മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറയാൻ കൊള്ളുകയല്ലോ. അയാൾ സെൻട്രൽ ജയിലിൽ പോകാൻ പോവാണ്. അയാളും മകളും പോകും, ജയിലിൽ പോകും. വലിയ ഗതികേടാണ്. അയാളുടെ അന്ത്യം ജയിലിലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിണറായി എപ്പോഴും പറയുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് തരാണ്ടെന്ന്. കണക്ക് നോക്കിയപ്പോൾ ആവശ്യം പാർലമെൻറ്റിൽ ചർച്ച ചെയ്തപ്പോൾ 3100 കോടി രൂപ കിട്ടാറുള്ളത്. ആ 3100 മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്ത മാനദണ്ഡം വെച്ച് കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് കേരളത്തിൽ. ഈ 3100 കോടി രൂപയുടെ കണക്ക് നോക്കിയപ്പോൾ എന്താ പ്രശ്നം? ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയാണ്. അവർ പാർലമെൻറ്റിൽ ഞാൻ ഏറ്റിരിക്കുന്ന ആ കാശ് ഇപ്പം കൊടുക്കാം, ഇപ്പം 1 മിനിറ്റ്. പക്ഷേ ആ കൊടുത്ത കാശിന് കണക്ക് കിട്ടണ്ടേ? ഇപ്പം ഇവിടെ കുടിവെള്ള പദ്ധതിക്ക് 100 കോടി രൂപ കൊടുത്തേക്ക് 50 രൂപ കൊടുത്തു. ആ 50 കോടി ചെലവഴിച്ചതിൻ്റെ കണക്ക് കിട്ടാൻ ബാക്കി 50 എങ്ങനെ കൊടുക്കും? ചെലവഴിച്ചത് കണക്കണ്ടേ? എന്നതുപോലെ ഈ പദ്ധതി കൊടുത്തിരിക്കുന്ന പണത്തിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല. കണക്ക് ചോദിക്കുന്നത് പിണറായി മിണ്ടാതിരിക്കുക. എന്നാ കാരണം? എങ്ങനെ ചെലവഴിച്ച്? പിണറായിയും ഭാര്യയും മക്കളും കൂടെ വേൾഡ് ടൂറ് 8 ദിവസം എത്ര കോടി രൂപ പോയി? ഇതൊക്കെ ഈ കണക്കിൽപ്പെടുത്താൻ പറ്റുമോ? വീട്ടിൽ പിണറായിയുടെ വീട്ടിൽ ഒന്നാം നിലയിലോട്ട് പോകാൻ ലിഫ്റ്റ് 25 ലക്ഷം. കണക്ക് എഴുതാൻ പറ്റുമോ? പിന്നെ പശുക്കൂട് ഒന്ന് ആലോചിച്ചു. ഒരു പശുക്കൂട് 45 ലക്ഷം. ഭിത്തി എല്ലാവരും മനുഷ്യൻ കാണാതിരിക്കാൻ വേണ്ടി പിണറായി എന്നെ ചുറ്റും മതിരി കെട്ടിയ 2 കോടി. പശുക്കൂട് ഉണ്ടായിക്കഴിഞ്ഞാൽ പശു വെച്ചോണ്ടത്തെ മേടിച്ച് അതിൻ്റെ കാശ് വേറെ. അത് കഴിയുമ്പോൾ അതിന് ചാണകം ഇടാൻ 5 ലക്ഷത്തിന് പ്രത്യേക കൂട്. ഞാൻ ചോദിച്ചു, മോളെ ഇങ്ങനെ ആരുടെ എങ്ങനെ എന്നാ തേങ്ങയ്ക്ക് പോവുക? കാസർഗോഡ് നിന്ന് ഇങ്ങനെ തിരുവനന്തപുരം വരെ ഒരു കുന്തം യാത്ര, നവകേരള. അതെന്നാ കേരള? എത്ര കോടി രൂപ പോയി? രസമാണ്. എനിക്ക് ചിരി വന്നതല്ല. ഈ മന്ത്രി പൊക്കോന്മാർ പള്ളിക്കൂടി പോയിട്ടുള്ളവന്മാരില്ല ഇതിനകത്ത്. മന്ത്രിമാരെല്ലാം കൂടി ഈ ബസ്സിനകത്ത് കയറി കുത്തിയിരിക്കുക. ഇവന്മാരവിടെ ഇരിപ്പ് കാലത്ത് സഹതാപം തോന്നി. മുഖ്യമന്ത്രി കറങ്ങുന്ന കസേര ഇന്ന് ഈ 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവന്മാരവിടെ ഉണ്ടോയെന്നാണ് ഈ പുള്ളി നോക്കുന്നത്, ജനങ്ങളൊക്കെ കൂടുതൽ. എന്നിട്ട് ഈ മന്ത്രിമാരെല്ലാം കാറും പൈലറ്റും കുറേ വരിക. ഏതാണ്ട് ഒരു 100 വണ്ടി ഒരുമിച്ച് യാത്ര നടത്തുക കാസർഗോഡ് തിരുവനന്തപുരം വരെ. 1 ലക്ഷം പരാതി കിട്ടിയെന്നാണ് പറഞ്ഞത്. ഒരു പരാതി ഏതെങ്കിലും മന്ത്രി മേടിച്ചോ പറ? മുഖ്യമന്ത്രി മേടിക്കുന്നില്ല, മന്ത്രിമാരും മേടിക്കുന്നില്ല. ഞാൻ 10 രൂപ മന്ത്രിമാരും കഴിച്ചും വേണപ്പില്ല. ഇവന്മാരെ കൊണ്ട് പരാതിയെങ്കിലും മേടിപ്പിക്കും ഒരു മനുഷ്യ സന്തോഷത്തിന്. അതും ചെയ്തിട്ടില്ല. ഏട്ടാ ആ പരാതിക്ക് പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പം പരാതിക്ക് പരിഹാരം ഉണ്ടെന്നറിയാമോ? മറുപടി ഇപ്പം അയക്കുന്നുണ്ട്. താങ്കളുടെ നിവേദനം കൈപ്പറ്റിയതായി അറിയിച്ചു കൊള്ളുന്നു. അപ്പം പരാതിക്ക് മറുപടി അയച്ചു. എന്തെങ്കിലും നടപടി ഉണ്ടാക്കാൻ പറ്റുമോ? എന്തിന് എത്ര കോടി രൂപ ചെലവഴിച്ചു? ഇതുപോലെ ദൂർത്ത് നടത്തിയിട്ട് ഇനി കാശെന്ന് നിങ്ങൾ പറയുന്ന അവകാശം. ഇപ്പോൾ മാസപ്പടി കേസിൽ പ്രതിയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് നമുക്കറിയാമല്ലോ. തിരുവനന്തപുരത്ത് നമ്മളല്ലേ ഇത് കൊണ്ടുവന്നത്, തെളിയിച്ചതല്ലേ. ആ സുബ്ന സുരേഷിനെ കൊല്ലുമെന്ന് പേടിച്ചിട്ട് പേടിച്ച് ബാംഗ്ലൂരെ കണ്ട് പൊളിച്ച് താമസിക്കുക. നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പം ഉള്ള കേസ് ലാവ്ലിൻ സുപ്രീം കോടതി കിടക്കുക. അവർ സുപ്രീം കോടതി ഇപ്പം ചൂടാ. എത്ര പ്രാവശ്യം മാറ്റുന്ന സുപ്രീം കോടതി ചോദിച്ചിരിക്കുക. മുഴുവൻ കൊള്ളയടിച്ചിരിക്കാൻ വേണേ. കേരളം മുഴുവൻ കൊള്ളയടിച്ച് 1000 കോടി രൂപ ഇടയിലുണ്ടെന്ന് ആർക്കറിയാം. ഇപ്പോൾ ഈ മാസപ്പടി കേസിൽ മകള് ഒരു 1.72 കോടി, അതൊന്നും നിസ്സാരമാണ്. 40,000 കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് CMR. ആ 40,000 കോടി രൂപയിൽ 5,000 കോടി രൂപ രാഷ്ട്രീയക്കാർ കൊടുത്തെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5,000 കോടി രൂപ ആർക്കൊക്കെ കിട്ടി പറയണ്ടേ? അതൊക്കെ നിയമത്തിന് മുമ്പിൽ വരണം, ശിക്ഷിക്കപ്പെടണം. അത് ഇപ്പം ഞാൻ നിർത്തിയെന്ന് വിചാരിക്കേണ്ട. ആ 35,000 കോടി രൂപ എങ്ങനെ എത്ര ശതമാനം സർക്കാർ ഖജനാവിലേക്ക് വരേണ്ടതാണെന്ന് നോക്കണം. അത് മുഴുവൻ കൊള്ളയാണെന്ന് തെളിയിക്കണം. അതിനുള്ള യുദ്ധം നടക്കുകയാണ്. ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. ഇതാണ് പറയാനുള്ളത്. അപ്പം താമസിയാതെ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് പിണറായിയും ഭാര്യയും മകനും എല്ലാം കൂടെ ജയിലിൽ കിടക്കുന്ന കാണാം. അങ്ങനെ അതും ഒരു രസമല്ലേ കാണാൻ? കാരണം ഞാൻ ചുമ്മാ ഇരുന്ന് എന്നെ ജയിലിലോട്ട് കൊണ്ടുപോയതാണ്. ജഡ്ജിമാർ അവരുടെ നല്ല മത്സരട്ടന്മാരായതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടിങ്ങ് പോകുന്നു. ഞാൻ ഈ BJPയോട് ബന്ധമുണ്ടായത് അങ്ങനെ ഉണ്ട്. എന്നെ പിടിച്ചോടി ചുമ്മാ ആവശ്യമില്ല പോയപ്പോഴൊക്കെ എന്നെ സഹായിക്കാൻ വന്ന BJPക്കാരും RSകാരുമാണ്. അവരോടുള്ള നന്ദിയാണ് ഞാൻ BJPയിൽ ഇപ്പോൾ എത്താൻ കാരണം. കാരണം ആ ബന്ധം ഞാൻ ബന്ധമാണ്. അത് പിണറായിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. എന്നെ ഒരു BJPക്കാരനാക്കാൻ പിണറായി വിജയൻ ചെയ്ത സേവനത്തിന് പ്രത്യേകം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ BJPക്കാരനാക്കി.